നമസ്കാരം. അടുത്തിടെ ഈ പത്രവാർത്തകളിൽ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരേ പാറ്റേണുള്ള കുറച്ച് വാർത്തകൾ വരുന്നുണ്ട്. സഹോദരിയെ ബലാത്സംഗം ചെയ്ത സഹോദരൻ, അമ്മയെ ബലാത്സംഗം ചെയ്ത മകൻ, അമ്മയുടെ കുളിക്കുന്ന സമയത്തെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച മകൻ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിയെ ലൈംഗികാക്രമണം നടത്തിയ 8ാം ക്ലാസ്സുകാരൻ. ഇങ്ങനത്തെ വാർത്തകൾ നമ്മളെല്ലാവരും ഞെട്ടലോടെ തന്നെയാണ് ഈ വാർത്ത വാങ്ങിച്ചത്. ഇനി അങ്ങനെയല്ല, അത് കാലത്തിൻ്റെ പോക്കാണ് എന്നൊന്നും ആരും കരുതിയിട്ടില്ല അല്ലേ? പക്ഷെ ഇതിലേക്കൊക്കെ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ മക്കൾ എത്തിപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ ഫോൺ യൂസേജ്. പലരും പറയാറുണ്ട്, ഞാൻ അരമണിക്കൂറേ മക്കൾക്ക് ഫോൺ കൊടുക്കാറുള്ളൂ, അതും എൻ്റെ സാന്നിധ്യത്തിലെന്നൊക്കെ. അതൊക്കെ 1-2 ദിവസം നടക്കുമായിരിക്കും. 3-ാമത്തെ ദിവസം കുട്ടി അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പല കാര്യത്തിനും എഴുന്നേറ്റ് പോകും, കുട്ടി പലതും അതിൽ കാണും. പ്രത്യേകിച്ചും പോൺ വീഡിയോസ്, അശ്ലീല വീഡിയോകൾ കാണുന്ന കുട്ടികളിൽ ഇതിനെക്കുറിച്ചുള്ള ഈ വീഡിയോകളിൽ കാണുന്ന ലൈംഗിക വികൃതികൾ, ലൈംഗിക വൈകൃതങ്ങൾ, ലൈംഗികത, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസി നാച്ചുറലായിട്ട് ഫോം ചെയ്യും. അത് നമുക്കൊന്നും തടയാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ അതിനുള്ള സാഹചര്യം ഈ കൊച്ചു കുട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരത് കണ്ടെത്തുന്നത് അവരുടെ വീട്ടിലുള്ള സ്ത്രീകളിൽ, അതായത് ചെറിയ കുഞ്ഞു പെങ്ങൾ, അല്ലെങ്കിൽ ചേച്ചി, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ അമ്മുമ്മ, ഇവരിലൊക്കെയാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങുന്നതാണെന്ന് ക്ലിയർ ആയിട്ട് നമുക്കറിയാം. എങ്കിൽ പിന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്തൂടെ? എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ഫോളോവർ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഒരാഴ്ചയായി ഫോൺ വീഡിയോസ് കാണുന്നതിൻ്റെ ഹിസ്റ്ററി കണ്ടപ്പോൾ അവരും അവരുടെ ഭർത്താവും തകർന്നുപോയി. പക്ഷേ അവർക്കത് എങ്ങനെ നിർത്തണമെന്നോ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ അവർക്കറിയില്ല. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, മക്കളെ നിങ്ങൾ 100% വിശ്വസിച്ച് ഫോൺ ഏൽപ്പിക്കരുത്. അരമണിക്കൂറും അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഗെയിം കാണാനോ അല്ലെങ്കിൽ പഠിച്ചങ്ങ് മിടുക്കനാവാനോ ഒക്കെയാണ് ഏൽപ്പിക്കുന്നതെന്നിരിക്കാം. പക്ഷേ ഫോൺ തന്നെ, അല്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റ് ലോകം തന്നെ അവൻ്റെ മുമ്പിലേക്ക് ഇതൊക്കെ തുറന്നിടും. പിന്നെ ആ കുഞ്ഞു പോലും അറിയാതെ അവൻ്റെ മനസ്സതിൽ വീണു പോകും. പിന്നീടാണ് ഇങ്ങനത്തെ ലൈംഗിക അക്രമങ്ങളോ വൈകൃതങ്ങളോ ആ കുട്ടി ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ മക്കളെ നമുക്ക് തന്നെ രക്ഷിക്കാം. ഫോൺ മാറ്റി വെക്കാം.